വിശുദ്ധരായ പൗരന്മാരുണ്ട്. അവരാണ് ഭൂമിയെ നവീകരിക്കാൻ നിയോഗിക്കപ്പെട്ടവർ. ദൈവത്തെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി മണ്ടന്മാരാകുന്നവർ. ഫിലിപ്പ് അഥവാ ഫിലിപ്പോസ് സ്നാപകന്റെ ശിഷ്യനും പിന്നീട് രക്ഷകനെ സ്നാപകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ക്രിസ്തു ശിഷ്യനുമായവൻ. വന്നു കാണുക എന്ന് പറഞ്ഞ് ശിഷ്യത്വത്തിലേക്ക് കൂട്ടുകാരൻ നഥാനയേലിനെ കൂടി കൊണ്ടുവന്നതായിരുന്നു ഫിലിപ്പിന്റെ ആദ്യ സുവിശേഷ പ്രഘോഷണം. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചതാൽ അത് മാത്രം മതി എന്ന് പറഞ്ഞ നിഷ്കളങ്കൻ. സേബദൈ പുത്രനായ യാക്കോബുമായി തെറ്റാതിരിക്കാൻ ചെറിയ യാക്കോബ് എന്ന് വിളിക്കപ്പെടുന്ന സ്ലീഹയാണ് ഇന്നത്തെ വിശുദ്ധരിൽ മറ്റൊരാൾ. വിശ്വാസം ഉള്ളിൽ വെച്ചാൽ പ്രവൃത്തിയിൽ കാണണമെന്ന് പഠിപ്പിച്ച സ്ലീഹ. ഫിലിപ്പിന്റെ വിശുദ്ധമായ ആഗ്രഹങ്ങളും വിശ്വാസവും യാക്കോബ് ഓർമ്മപ്പെടുത്തുന്ന പ്രവൃത്തിയും ഒരുപോലെ നമുക്ക് ആവശ്യമുണ്ട് ജീവിതത്തിൽ. സ്നേഹവും വിശ്വാസവും ഒക്കെ ഉള്ളിലുണ്ടായാൽ പോരാ, ജീവിക്കണമെന്ന സാരം. അതിന് ഈ രണ്ട് സ്ലീഹന്മാരും രക്തസാക്ഷിത്വം വഴി നമുക്ക് ധീര മാതൃക നൽകിയിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ പോപ്പ് പെലാജിയോസ് ഒന്നാമൻ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് യാത്ര ചെയ്ത് അപ്പസ്തോലന്മാരായ ഫിലിപ്പിന്റെയും യാക്കോബിന്റെയും തിരുശേഷിപ്പുകൾ റോമിലേക്ക് കൊണ്ടുവന്ന് ദ ചർച്ച് ഓഫ് ദി ഹോളി അപ്പോസ്റ്റൽസ് എന്നറിയപ്പെടുന്ന പള്ളിയിൽ പ്രതിഷ്ഠിച്ചതിന്റെ ഓർമ്മയിലാണ് ഈ രണ്ടുപേരുടെയും തിരുനാൾ ഒന്നിച്ച് ഇന്ന് ആഘോഷിക്കുന്നത്. ലോർഡ് ലെറ്റ് മീ ടു പ്രൊക്ലെയിം യു ഇൻ മൈ ലൈഫ്.